നമസ്കാരം. MBA ബിരുദധാരിയായ ഒരു യുവാവിൻ്റെ സ്വയം തൊഴിൽ സങ്കേതമായ പ്ലാസ്റ്റിക് നിർമ്മാണ കേന്ദ്രത്തിന് മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഒരുപോലെ മാതൃകയാകാവുന്ന ഒരു സംരംഭമാണ്. കഠിനാധ്വാനവും കൃത്യനിഷ്ഠയും കൈമുതലായി കൈവരിച്ചാൽ ഏത് വിജയവും സാധ്യമാവും എന്ന് തെളിയിച്ചിരിക്കുകയാണ് ശ്രീ സാജൻ. യഥാർത്ഥ വസ്തുതകൾ ശ്രീ സാജനിൽ നിന്ന് തന്നെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായി കാതോർക്കാം. ആദ്യം ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ കമ്പനി തുടങ്ങാനുള്ള ഒരു മെയിൻ റീസൺ അഥവാ സാറിന് ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്ന ഒരു മെയിൻ പ്രചോദനം ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ഞാൻ തൃശ്ശൂർ ഗവൺമെൻറ് കോളേജിൽ പഠിച്ചു. അതായത് ഡിഗ്രിയും തൃശ്ശൂർ ഗവൺമെൻറ് കോളേജിൽ പഠിച്ചു. അതിനുശേഷം കോയമ്പത്തൂർ MBA കഴിഞ്ഞു. ആ സമയത്താണ് ഞാൻ സ്റ്റാർ കമ്പനിയുടെ പൈപ്സ് ആൻഡ് ഫിറ്റിങ്സ് ഡിവിഷനിൽ ചെന്നൈയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് 95. അപ്പോൾ ഏകദേശം ഇപ്പോൾ 26 വർഷമായി. അവിടുന്ന് ഞാൻ 95 തൊട്ട് 2002 വരെ ആ കമ്പനിയിൽ വർക്ക് ചെയ്തു. 7 വർഷം തമിഴ്നാടും ആന്ധ്രയും കർണാടകയും കേരളമില്ല, അങ്ങനെ 3 സ്റ്റേറ്റ് വർക്ക് ചെയ്തു. അതിനുശേഷം 2002 തോഷിബ ആനന്ദ്, പഴയ തോഷിബ ആനന്ദ് ഇപ്പോഴത്തെ ആനന്ദ് വാട്ടർ മീറ്റർ മാനുഫാക്ചറിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ റീജിയണൽ മാനേജറായിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ വീണ്ടും ചേർന്നിട്ടുണ്ട്. അത് 2005 ഞാൻ ഗൾഫിലേക്ക് പോയി. ദുബായിൽ ഒരു 5 വർഷം ഉണ്ടായി. ദുബായിലുണ്ടായി. അതിനുശേഷം ഞാൻ 2010 അവിടെ തിരിച്ചു വന്നു. ശേഷം 2010 ഞാൻ വീണ്ടും ആനന്ദ് വാട്ടർ മീറ്റർ വീണ്ടും റീജോയിൻ ചെയ്തു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു എയർവാളും ഉണ്ടായിരുന്നു. എയർവാള് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഐറ്റമാണ്. ആ ഐറ്റം കേരളത്തില് ആനന്ദ് കമ്പനി വേറൊരു കമ്പനി മാത്രം മാനുഫാക്ചർ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇത് രണ്ടും ആക്ച്വലി കമ്പനി. അപ്പൊ അത് ക്വാളിറ്റി ലെവലിൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രണ്ട് ഈ ടാപ്പും കാര്യങ്ങളും ഉണ്ടാക്കുന്നതാണ്. അവനെ പോയി കാണാൻ ചെയ്തു. അപ്പൊ അവനാണ് നമുക്ക് ഒരു ടൈം മേക്കർ പറഞ്ഞു തന്നത്. എന്നോട് മാനുഫാക്ചർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ 2010-2011 ഉള്ളിൽ എയർവാളും സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്തു. അതിന്റെ സ്റ്റാർട്ടിങ് തൊട്ടുള്ള ഫെയിലിയറാണ്. അങ്ങനെയാണ് നമ്മൾ പിന്നെ അതൊരു 2-3 ടൈപ്പ് ഞാൻ ഉണ്ടാക്കി. എന്നിട്ടും ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇപ്പോഴും നമ്മൾ അതിനെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ സാറ്റിസ്ഫൈഡ് ഉണ്ട്. 98% അത് പെർഫെക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇനി പെർഫെക്ഷൻ ആണ്. കമ്പനിയുടെ പ്രൊഡക്ഷനായി ഉപയോഗിക്കുന്ന മാർക്കറ്റ് സ്ട്രാറ്റജി എന്തൊക്കെയാണ്? ബ്രാൻഡിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മളിപ്പോ എന്താന്ന് പറഞ്ഞാൽ ഇന്ത്യ മാർട്ടിൽ ആഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ OLX, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, പിന്നെ എൻ്റെ അധികം പ്രോഡക്ട്സും മറ്റേ വാട്ടർ അതോറിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സാണ്. അപ്പോൾ എഞ്ചിനീയേഴ്സായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പ്ലംബർമാർക്ക് നമ്മൾ ഒരു ചെറിയ കോംപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അവർക്കൊരു ക്ലാസ് കൊടുക്കാറുണ്ട്. അവർക്ക് വർഷത്തിലേക്കും ഇപ്പോൾ എവിടെ തൃശ്ശൂരും മലപ്പുറത്തും നമ്മുടെ പ്ലംബേഴ്സിൻ്റെ കൊടുത്ത് നമ്മൾ മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഒരു ചെറിയ ഗിഫ്റ്റും, അതായത് പ്ലംബേഴ്സ് ഗിഫ്റ്റും ഒരു നേരത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പ്രൊഡക്ഷനെ കുറിച്ച് അവയർനെസ് നമ്മൾ കൊടുക്കാറുണ്ട്. സാർ ഈ കമ്പനി തുടങ്ങിയതിന് ശേഷം സാറിനുണ്ടായ മെയിൻ ആയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസസ് അഥവാ കുറച്ച് മോറൽ വാല്യൂസ് ഒന്ന് പങ്കുവെക്കാമോ? എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ പല കമ്പനികളുടെ പല മാനേജർമാരായിട്ടും നമ്മൾ അണ്ടറിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസിന് പല ആൾക്കാരും പല തരത്തില് അവരുടെ സ്ട്രാറ്റജീസും കാര്യങ്ങളും എല്ലാതും ടെക്നിക്സ് അത് ഒരു മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. അതായത് എൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും നമ്മൾ സീനിയറായിട്ടും നമ്മൾ ബാങ്കായിട്ടും മറ്റ് കസ്റ്റമേഴ്സായിട്ടും പ്ലംബറായിട്ടും അവരായിട്ടുള്ള നമ്മുടെ ബിഹേവിയർ മിംഗ്ലിംഗ് അത് ഒരു 100% അല്ലെ 99% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അവരേക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഒരു സ്ഥാപനം നടത്തുക, അതിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല പ്രശ്നം. ഇവിടെ ആ സ്ഥാപനത്തിലെ ആളുകളെ
മറ്റുള്ള ആളുകൾ നമുക്ക് പല ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒരുപാട് ആൾക്കാരായിട്ട് ബന്ധപ്പെടണം, അവരായിട്ടും ഡീലേഴ്സായിട്ടും ബന്ധപ്പെടണം, അവരായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പോകാനും അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാണ് സ്റ്റാഫിനായാലും നമ്മുടെ സാലറി ഡിലേ ആക്കാൻ എല്ലാ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് അതൊക്കെ നമുക്ക് 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സാറിന്റെ പ്രോഡക്റ്റ്സ് കസ്റ്റമേഴ്സിന് എത്തിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ മോഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, പിന്നെ എവിടേക്കൊക്കെ എത്തിക്കുന്നത്, എങ്ങനെയാണ് എത്തിക്കുന്നത് പറയുന്നത്? കേരളത്തില് നമ്മൾ പൂർണ്ണമായിട്ട് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ കോയമ്പത്തൂര് ഹോൾസെയിലായിട്ട് പർച്ചേസിന് കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റും നമ്മൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിനും കൊടുക്കുന്നുണ്ട്, ഹോൾസെയിലേഴ്സിനും കൊടുക്കുന്നുണ്ട്. ഹോൾസെയിലേഴ്സിന് കൊടുക്കുന്ന കാരണം എല്ലാ സാധാരണക്കാരുടെയും സാധനം എത്തും. അവര് ഓരോ ചെറിയ ഇന്ത്യയിലെ ഏരിയയിലും 10 പീസായാലും 25 പീസായാലും കൊണ്ടുപോയി കൊടുക്കും. പിന്നെ അതിന് പുറമെ കോയമ്പത്തൂരുള്ള വലിയ ഡിസ്ട്രിബ്യൂഷന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് തമിഴ്നാടിന്റെ ഏത് ബാധിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. അതുപോലെ ആന്ധ്ര, വിജയവാഡ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ കേരളത്തിൽ നമ്മുടെ ഡെലിവറിക്ക് നമ്മുടെ 2 വാഹനങ്ങൾ ഓടുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പാർസൽ സർവീസ് വഴിയും അങ്ങനെയായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അതിനെ മോഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നത്. സോ പൊതുവെ കുറെ കോമ്പറ്റീറ്റേഴ്സും ഉണ്ടാവാം. സോ ഈ കോമ്പറ്റീറ്റേഴ്സിനെ തമ്മിൽ ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? അതായത് ഇന്നത്തെ മാർക്കറ്റിന്റെ സിറ്റുവേഷൻ ഇപ്പൊ കോവിഡ് കാര്യങ്ങളായിട്ട് മാർക്കറ്റ് വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ ഇപ്പോഴത്തെ പ്രശ്നം പണ്ടൊക്കെ എങ്ങനെയാ പറയുക, വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം റേറ്റിൽ നമ്മള് പ്രൈസ് സിസ്റ്റം മാറ്റി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഓരോ റേറ്റ് വേരിയേഷൻ, അതായത് പ്രൊഡക്ഷൻ കൂടിക്കൊണ്ടിരിക്കുക, കൺസംഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുക, അതാണ് മാർക്കറ്റ്. അപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ എന്റെ അടുത്തുള്ള ഇപ്പൊ ഒരു 2 സ്റ്റാഫ് മാത്രമുള്ളൂ നമ്മുടെ സെയിൽസിലുള്ള. കുറേക്ക് നമ്മുടെ ഡയറക്റ്റ് ഡീലേഴ്സാണ്. അപ്പൊ അവരായിട്ടുള്ള നല്ല സർവീസ്, പിന്നെ റേറ്റ് വൈസ് നമ്മൾ വളരെ നല്ല റേറ്റ് ആണ് കൊടുക്കുന്നത്. അതായത് ഹോൾസെയിലേഴ്സ് ആയാലും അവർക്കൊരു മെച്ചം കിട്ടാവുന്ന രീതിയിലുള്ള റേറ്റ്, റീറ്റെയിലേഴ്സ് ആയാലും അവർക്കൊരു മെച്ചം കിട്ടാവുന്ന റേറ്റാണ് നമ്മൾ മാർക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സർവീസ് ലെവല്, പിന്നെ ഏത് സമയത്തായാലും സൺഡേ ആയാലും രാത്രി 10 മണിക്ക് ശേഷം ആയാലും എപ്പോ വിളിച്ചാലും നമ്മൾ ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ തയ്യാറാണ്. അതെ. പിന്നെ നമ്മുടെ വർക്കേഴ്സ് മാൻ പവർ കുറവാണ്. അപ്പൊ അവരുടെ അനുസരിച്ച് നമ്മുടെ ആ പ്രോഫിറ്റ് ഡീലേഴ്സിന്, നമ്മുടെ പ്രോഫിറ്റ് പറഞ്ഞ ഡീലേഴ്സ് കുറച്ചുകൂടി പ്രോഫിറ്റ് കുറച്ച് നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാവർക്കും പ്ലാസ്റ്റിക്സ് നിരോധിക്കാനും പിന്നെ അറിയാം ബയോഡിഗ്രേഡബിൾ അല്ല എന്നൊക്കെ. സോ എല്ലാവരും ഇപ്പോൾ വേറെ മോഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ നോക്കുകയാണ് പ്ലാസ്റ്റിക്കിൽ നിന്ന്. സോ ഈ ഒരു ഡിഫിക്കൽട്ടീസ് ആരെങ്ങനെ ഫേസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചറിൽ? അത് ഒരു കാര്യം നല്ലതാണ്. പ്ലാസ്റ്റിക് പൊല്യൂഷൻ കംപ്ലൈൻസിനെ കാര്യം നല്ലതാണ്. പക്ഷെ പ്ലാസ്റ്റിക് ഇല്ലാണ്ട് ഇന്ത്യയില് അല്ലെങ്കിൽ ലോകത്തില് ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. പ്ലാസ്റ്റിക്കിന്റെ പ്രോഡക്ട്സ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒരാൾക്കും ജീവിക്കും. ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നത് ഈ സ്വിച്ച്, ഇത് നിങ്ങൾ എന്തെങ്കിലും വെക്കാൻ പറ്റും. ഈ സ്വിച്ചിന്റെ വില ആകെ 15 രൂപ 16 രൂപ. നിങ്ങൾ കോപ്പറിന്റെ ഗ്ലാസിന്റെ വെക്കുകയാണെങ്കിൽ ഒരു വീട്ടില് എങ്ങനെ പോയാലും സാധാരണ 1000-1500 സ്ക്വയർ ഫീറ്റ് 150 സ്വിച്ചുകളുണ്ടാവും. ഇത് പ്ലാസ്റ്റിക്കാണ്. പണ്ട് നമ്മുടെ ഈ ഫാൻ, ഇപ്പൊ അവിടെ ഇരിക്കുന്ന ഫാൻ, ഈ ഫാനിന്റെ ലീഫ് എല്ലാതും അതിന്റെ ബാക്കിൽ ഇരിക്കുന്നത് ഈ പണ്ടൊക്കെ നമ്മള് മെറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ അത് പ്ലാസ്റ്റിക്കിലേക്ക്. അതായത് സാമ്പത്തികമായിട്ട് പ്രൈസ് കുറച്ചുകൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക് തന്നെ വേണം. ഇപ്പൊ സാധാരണ ചെറിയ കുട്ടികൾ, ബേബീസ്, അവർക്ക് ടോയ്സ്, ക്രിക്കറ്റ് ബാറ്റ്, അത് ഇരുമ്പിന്റെ അടുത്ത് അടിക്കാൻ പറ്റില്ല. പിന്നെ ബോള്, ഇതൊക്കെയും പ്ലാസ്റ്റിക്കിന്. അത് പ്ലാസ്റ്റിക് ഇല്ലാണ്ടുള്ള ഒരു ഇത് 100% പറ്റില്ല, 100% പറയാൻ പറ്റും. ഇനി വരുന്ന തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് അഡ്വൈസ് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ വിദേശത്ത്, ഞാനും പ്രവാസിയായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, വിദേശത്ത് വളരെ, അതായത് മോസ്റ്റ്ലി എല്ലാവരും വിദേശത്ത് പോവുക, കേരളത്തിൽ പഠിപ്പ് കഴിഞ്ഞാൽ ഗൾഫിൽ പോവുക, യൂറോപ്പിൽ പോവുക, ഇങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ട്രെൻഡ് കാണുന്നത്. എന്തുകൊണ്ടാണ് ഗൾഫ് കൺട്രീസിൽ പോകുന്നത്? ഇതാണ് ഇപ്പൊ ട്രെൻഡ് കാണുന്നത്. ഇപ്പൊ ഒരുപാട് പേര് യൂറോപ്പിൽ പോകുന്നു. ഇത് എന്തുകൊണ്ടാണെന്നുള്ള, ഞാനും പ്രവാസിയായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, പക്ഷെ എന്തുകൊണ്ടാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല.
അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ദുബായിൽ വർക്ക് ചെയ്ത് 16 മണിക്കൂറാണ് അവിടെ വർക്ക്, 16 hours മിനിമം, 8 to 12 ആണ് ഞങ്ങൾ വർക്ക്. അത്ര ടൈം 12 മണിക്കൂർ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളോട് പറയാനുള്ളത് ഹാർഡ് വർക്ക്, പങ്ക്ച്വാലിറ്റി, സർവീസ്, ടൈമിങ്, ഇത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു സ്ഥലത്തേക്കും പോകേണ്ടതില്ല. കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ഹാർഡ് വർക്ക് ചെയ്യാൻ കിട്ടാത്ത ഒന്നുമില്ല. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, തെറ്റുകളിൽ നിന്നാ ശരി വരുന്നുള്ളൂ. ആ തെറ്റുകൾ തിരുത്താൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും തിരിഞ്ഞു നോക്കണം. ഫെയിലിയർ ഉണ്ടായാൽ നിങ്ങളെ കൈ പിടിച്ച് കയറ്റാൻ അവിടെ ഒരാൾ ഉണ്ട് നിങ്ങളുടെ മോളിൽ. ഗോഡ്. താങ്ക് യു സർ ഫോർ യുവർ ടൈം. ഓക്കെ. ഇതാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ്. ഇതിന്റെ യൂസ് എന്താ വെച്ചാൽ വാട്ടർ ഇതിന്റെ യൂസ് ചെയ്യുന്നത് ബോക്സാണ്. കഠിനാധ്വാന അർപ്പണബോധമുള്ള ഏതൊരാൾക്കും നേടാൻ കഴിയുന്ന ഒരു നേട്ടമാണെന്ന് ശ്രീ സാജിൻ്റെ വാക്കിൽ നിന്ന് ഇവിടെ വ്യക്തമാകുന്നു. അഭ്യസ്തവിദ്യരായ എത്രയോ വിദ്യാർത്ഥികൾ തൊഴിൽ രഹിതമായി ഇവിടെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നു. തൊഴിൽ തേടി അന്യരാജ്യങ്ങളിലെത്തി ആരോഗ്യം ആയുസ്സും നഷ്ടപ്പെട്ട് ജീവിതം പൊരിഞ്ഞു പോകും. സ്വന്തം മണ്ണിൽ കാലുകുത്തി നിന്നുകൊണ്ട് വെല്ലുവിളികളെ നേരിട്ട് വിജയം കൊയ്തെടുക്കാൻ ഇത്തരം വിജയഗാഥകൾ നമുക്ക് മാതൃകയാവട്ടെ.